താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾ ആരെന്നതിലുപരി താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ജനങ്ങളെ സമീപിക്കുന്നതെന്ന് റോജി എം ജോൺ. LDFന്റെയോ NDAയുടെയോ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നോക്കിയല്ല താൻ മത്സരരംഗത്തുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ പിന്നോട്ടടിച്ച 10 വർഷങ്ങളാണ് കടന്നുപോയത്. ഒരു കാര്യം കൂടി ഞാൻ വളരെ വിനയത്തോടുകൂടി ചോദിക്കുകയാണ്. LDF സർക്കാർ, നമ്മൾ മറ്റു കാര്യങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട, എറണാകുളം ജില്ലയിലാണല്ലോ നമ്മളുള്ളത്. എറണാകുളം ജില്ലയിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് ഈ ജില്ലയുടെ മുഖച്ഛായ മാറ്റിയ പദ്ധതികൾ നടപ്പിലാക്കിയതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കൊച്ചി മെട്രോയുടെ കാര്യത്തിലായാലും, നമ്മുടെ കൊച്ചി വിമാനത്താവളമായാലും, അതിൻ്റെ പുതിയ ടെർമിനലായാലും, അതുപോലെ കൊച്ചിയുടെ മുഖച്ഛായ മാറ്റിയ നിരവധി പദ്ധതികളെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. കാരണം ഈ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് സംഭാവന ചെയ്യുന്ന ജില്ലയാണ്. എന്നിട്ട് LDF സർക്കാർ വന്ന് 10 വർഷം അത്തരത്തിൽ എന്തൊരു പദ്ധതിയാണ് എറണാകുളം ജില്ലയ്ക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കാനായിട്ട് ഈ സർക്കാരിന് സാധിച്ചത്? അങ്ങനെ പ്രഖ്യാപനങ്ങൾ മാത്രമായി പോയ ഒരു സർക്കാരാണ്. അതിൻ്റെ ദുരിതം അങ്കമാലിയിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബൈപ്പാസ് പദ്ധതി ഉൾപ്പെടെ നടക്കാതെ പോയത്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ ഇത് യാഥാർത്ഥ്യമാകാൻ UDF സർക്കാർ വരും. UDF സർക്കാർ വരികയും ചെയ്യും. അങ്കമാലി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾ ആരെന്നതിലുപരി താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ജനങ്ങളെ സമീപിക്കുന്നതെന്ന് റോജി എം ജോൺ. ഞാൻ 2016 MLA വരുമ്പോൾ അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ആകെ 4 BMBC റോഡുകളാണുള്ളത്. 4 BMBC റോഡുകൾ. ഇന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, അങ്കമാലി നിയോജകമണ്ഡലത്തിൽ 24 BMBC റോഡുകൾ പണി പൂർത്തീകരിക്കുകയും ഏതാണ്ട് 5 റോഡുകൾ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലുമാണ്. വളരെ സുഗമമായിട്ട് കുണ്ടും കുഴിയും ഇല്ലാതെ അങ്കമാലിയിൽ അങ്ങോളം ഇങ്ങോളം നടക്കാൻ സാധിക്കുന്ന തരത്തിൽ റോഡുകളുടെ വികസനം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം റോഡ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് മണ്ഡലത്തിൻ്റെ ഏറ്റവും അറ്റം വരെ, മുക്കിലും മൂലയിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാറ്റൂരിൻ്റെ അറ്റത്ത് മുളങ്കുഴി വരെ, ഏഴാറ്റുമുഖത്തെ അറ്റത്ത് പ്രകൃതി ഗ്രാമം വരെ, പാറക്കടവ് പഞ്ചായത്തിൻ്റെ അറ്റത്ത് പൂവത്തുശ്ശേരി വരെ, അങ്ങനെ നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വരെ നമുക്ക് റോഡുകൾ ഇത്രയും മനോഹരമാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് മാത്രമല്ല. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ താങ്കൾ ചോദിച്ചുള്ള വിവേചനം ഉണ്ടോ എന്ന്. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഈ റോഡ് പദ്ധതികളിൽ ഒന്നുപോലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടല്ല. കാരണം കിഫ്ബിയുടെ ഒരു റോഡ് പോലും അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഈ 10 വർഷത്തിനിടയിൽ. അത് വിവേചനമല്ലേ? LDFന്റെയോ NDAയുടെയോ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നോക്കിയല്ല താൻ മത്സരരംഗത്തുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി.